ഹായ് ഗൈസ്, എല്ലാവർക്കും അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് റീച്ചിനെ കുറിച്ചാണ്. എൻ്റെ വീഡിയോസ് വലിയ റീച്ചില്ല. അതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ എൻ്റെ വ്യൂസ് ഇപ്പോഴത്തെ വ്യൂസ് വേണമെങ്കിൽ എടുത്ത് നോക്കിയാൽ പോലും കാണാൻ പറ്റും. എൻ്റെ വീഡിയോസ് വലിയ റീച്ച് ഇപ്പോൾ 1K 2K പോലും എത്തിയിട്ടില്ല. പക്ഷേ ഞാൻ സ്ഥിരം വീഡിയോ ഇടുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വ്യൂ 2 വ്യൂ ഒക്കെ കിട്ടാൻ തന്നെ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ ആവും. അപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം എന്താ പറയുക സമയം എടുത്തിട്ടുണ്ടാവും ഇത് വീഡിയോ എത്താൻ. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് തന്നെ ഒരു 100 വ്യൂസൊക്കെ ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ എത്തുന്നുണ്ട്. അതെനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം നമ്മൾ ഇടുന്ന ഉടൻ തന്നെ ആ വീഡിയോനെ നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് അത് മറ്റുള്ള ആൾക്കാർക്ക്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എനിക്കൊരു പോസിറ്റിവിറ്റിയാണ് അതിൽ നിന്ന് കിട്ടിയത്. കാരണം എനിക്ക് ഇനിയും വീഡിയോ ചെയ്യാനുള്ളത്. കാരണം ഞാൻ നോക്കുമ്പോൾ ഇതെന്തത് ഇത് മറ്റേ നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. അതിൽ നമ്മൾ ആപ്പ് നോക്കുമ്പോൾ ആപ്പിലാണ് നമ്മുടെ കണ്ടൻറ്റ് നോക്കുക. അപ്പോൾ അതിൽ പെട്ടെന്ന് വ്യൂസ് കൂടുതൽ കണ്ടപ്പോൾ ഞാനും കൊള്ളാലോ, ഇത്ര പെട്ടെന്നൊന്നും ഇത്ര വ്യൂസ് എത്താറില്ലല്ലോ. പക്ഷേ എൻ്റെ വീഡിയോ ഇനിയും ആൾക്കാർ കാണണമെങ്കിൽ ആദ്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഇടണമെന്ന് തോന്നുന്നു. കാരണം ഒരു മൊമെൻ്റ് എത്തുമ്പോൾ അത് നിൽക്കും, സ്റ്റക്കായി നിൽക്കും. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീഡിയോസിന് നല്ല വ്യൂവർഷിപ്പും വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന കണ്ടൻറ്റ് എന്താ പറയുക, ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കണ്ടൻറ്റിൽ നിങ്ങളെ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് എന്താ പറയുക, അത്രയും മീറ്റർ നിങ്ങളുടെ ഇതിൽ കറക്റ്റായി കിട്ടും. അപ്പോൾ പിന്നെ അതാണ് എനിക്ക് തോന്നുന്നു ഒരു എന്താ പറയുക, അയ്യോ എനിക്ക് ഇതൊരു പ്രശ്നം കേട്ടോ, എന്താ പറയുക എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഞാനിപ്പോൾ 2 3 വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ആലോചിച്ചത് എന്താ പറയുക എന്നിങ്ങനെ പറയണത് കൂടുതലും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു ശീലമായി മാറിയേക്കാണ്. മാറ്റണം, അതൊക്കെ മാറ്റിയെടുക്കാനാണ് പ്ലാൻ. എന്തായാലും നടക്കുമോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസിന് നല്ല രീതിയിൽ എൻഗേജ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താ പറയുക ആൾക്കാർ നമ്മുടെ എന്ന് വെച്ചാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസ് കൂടുതൽ ഇത് ആൾക്കാർ കാണും. കാരണം ഇതൊന്നും നമ്മുടെ ഷോർട്സൊക്കെ 40% കണ്ടിട്ട് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് കളയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാണാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ കണ്ടൻറ്റ് അത്രയും എൻഗേജിങ് അല്ല. അപ്പോൾ അത്രയും എൻഗേജിങ് ലെവലിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നോക്കുന്നത്. പരമാവധി ഫൺ ആൻഡ് എൻ്റർടൈൻമെൻ്റായ ടോക്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ എന്താ പറയുക ഈ ചാനലിലൂടെ. അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്, ഡെയിലി റീച്ച് കിട്ടാൻ വെച്ചാൽ റീച്ച് കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഞാൻ ഈ മൈക്കൊക്കെ വാങ്ങിയത്. എന്തായാലും ഞാൻ യൂട്യൂബിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നിർത്തി. ഇപ്പോൾ 2 മൈക്ക് വീട്ടിലുണ്ട്. അതുകൊണ്ട് ഈ മൈക്ക് അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഉണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, സംസാരം കേൾക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ മറ്റേ മൈക്കും ഇതും കൂട്ടിയിട്ട് തന്നെ 1000-ന് മീതെ എൻ്റെ ബഡ്ജറ്റ് നീങ്ങിയിട്ടുണ്ട്. ഇത് മതി, കൂടുതൽ ചിലവാക്കാൻ തുടങ്ങി. കാരണം നമുക്കൊരു ഇൻകം വന്നു തുടങ്ങിയിട്ടില്ല യൂട്യൂബിൽ നിന്ന്. എൻ്റെ ചാനലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നോക്കിയാൽ അറിയാം. നമുക്ക് എന്താ പറയുക 14 സബ്സ്ക്രൈബേഴ്സാണ്. ഇത് ഷെയർഡ് അല്ല കേട്ടോ. ഇത് ആദ്യത്തെ ഒരു 5 സബ് മാത്രമാണ് എന്താ പറയുക കൂട്ടുകാരായിട്ടുള്ള സബ് ഉള്ളത്. ബാക്കിയെല്ലാം എന്താ പറയുക ഈ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾ സബ് ചെയ്തതാണ്. ആ സബ്സ്ക്രൈബേഴ്സോടുകൂടിയാണ് ഈ വളരെ താങ്ക്സ് ഉണ്ട് നിങ്ങളോട്. കാരണം നിങ്ങളാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. കാരണം നമുക്കറിയാത്ത ഒരുപാട് പേര് നമുക്ക് വേണ്ടിയിട്ട് എന്താ പറയുക കമൻറ്റ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതുകൊണ്ടൊക്കെ നമുക്ക് ഭയങ്കര എന്താ പറയുക മോട്ടിവേഷൻ കൂടും. ഇനിയും വീഡിയോ ഇടണം, നമുക്ക് നമ്മുടെ വീഡിയോസ് കാണാനും നമ്മുടെ ഈ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് അറിയുന്നുണ്ടല്ലോ, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫണ്ണാണ് ഉദ്ദേശിക്കുന്നത്, കൂടുതൽ ഫണ്ണ് കാര്യങ്ങളായിട്ട് സംസാരിക്കുക. ഇനി ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കുറച്ച് സീരിയസ് കാര്യമാണ്. അങ്ങനെ സീരിയസ് കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും, ഫണ്ണ് സംസാരിക്കും. കാരണം ഇതൊക്കെ നമ്മുടെ എന്താ പറയുക നമ്മൾ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഓരോ കാര്യമാണ്. പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് കാര്യങ്ങൾ ഞാൻ വളരെ ചിലത് പറയും ചിലത് പറയില്ല, അങ്ങനെയാണ്. കാരണം ഞാനിതൊരു ഡെയിലി വ്ളോഗിൻ്റെ ഒരു വേറൊരു വേർഷനായിട്ട് ഡെയിലി ടോക്സ് തുടങ്ങാൻ പ്ലാൻ ചെയ്ത ആളല്ല. എനിക്കെന്താ പറയുക, ഒരു നമ്മൾ പറയില്ലേ ഒരു വരുമാന മാർഗം, ഒരു സെക്രട്ടറി വരുമാന മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് എൻ്റെ കുറേ ലക്ഷ്യങ്ങൾ അച്ചീവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്കൊരു സിനിമയുടെ എന്താ പറയുക ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ആഗ്രഹമൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നത് എന്താ പറയുക ഇതിലൂടെ എത്താൻ പറ്റട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതൊക്കെയാണ് എൻ്റെ പ്ലാൻ.
അപ്പോൾ പരമാവധി ആൾക്കാർ കാണുമ്പോൾ നമ്മുടെ ഒരു സ്ക്രീൻ വാല്യൂ നമ്മുടെ ഫേസ് വാല്യൂ ഒക്കെ കൂടണം. പോരാതെ തന്നെ എൻ്റെ വെയിറ്റ് ലോസ് ചാലഞ്ചും ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. അതും ഒരു ഈ സിനിമയുടെ ഭാഗം കൂട്ടിയായിട്ട് തന്നെയാണ്. കാരണം എനിക്കും എൻ്റെ രൂപം നല്ലൊരു ഗുഡ് ഫിസിക്കിൽ തന്നെ എനിക്ക് കാരണം എന്താ പറയുക സ്ക്രീനിൽ കാണും. ഈ ഫിസിക്ക് മോശമാണെന്നോ അല്ലോ തടിയുള്ളവരെ കളിയാക്കുകയൊന്നുമല്ല. നമ്മൾ തടി കുറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഗുണങ്ങളുണ്ട്, കുറേ ബെനിഫിറ്റുകളുണ്ട്. ഞാനൊരു വട്ടം ഫാറ്റ് ലോസ് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്കറിയാം. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഭയങ്കര ഒബീസായ ഒരാളാണ്. അവിടുന്ന് ഈ ഫാറ്റ് ലോസ് ചെയ്ത സ്ഥിതിക്ക് എനിക്ക് കുറേ കൂടി അറിയാം എന്താണ് തടി കുറഞ്ഞുള്ള അവസ്ഥ എന്ന്. അപ്പോൾ കുറച്ചൊക്കെ കൂടുതൽ നമുക്ക് ബെനിഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ അതിനുള്ള ശ്രമങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ച് ഇതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും ഫോളോ അപ്പ് ചെയ്യുക, അതിന് നല്ല സപ്പോർട്ട് തരിക. അപ്പോൾ ഇന്ന് ഇത്രേ പറയാനുള്ളൂ നമുക്ക് റീച്ചിനെ കുറിച്ചിട്ട്. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. നിങ്ങളാണ് എൻ്റെ ഒരു സ്ട്രെങ്ത്ത്. അപ്പോൾ പരമാവധി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്ര തന്നെ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് താങ്ക് യു.